അന്നബെല്ലെ ഒരു പൊസസ്ഡ് ഡോളാണെന്ന് എല്ലാവർക്കും അറിയാം. ഹോണ്ടഡ് നേച്ചറുള്ള, സ്കാരി നേച്ചറുള്ള ഒരു പൊസസ്ഡ് ഡോളാണ് അന്നബെല്ലെ എന്ന് പറയുന്നത്. 2013 പുറത്തിറങ്ങിയ കോഞ്ചുറിങ് എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ് അന്നബെല്ലയുടെ പ്രശസ്തി അമേരിക്കയ്ക്ക് വെളിയിലേക്ക് വ്യാപിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 2025 വർഷങ്ങൾക്ക് ശേഷം അന്നബെല്ലെ എന്ന് പറയുന്ന ആ പൊസസ്ഡ് ഡോൾ വാർത്തകളിൽ നിറയാണ്. ഇന്റർനാഷണൽ മാധ്യമങ്ങളിലടക്കം അന്നബെല്ലെ ഒരു ചൂടേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 54 വയസ്സുള്ള പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്ന ഡാൻ റിവേരയുടെ അസ്വാഭാവിക മരണമാണ് അതിൻ്റെ കാരണം. NESPR, അതായത് ന്യൂ ഇംഗ്ലണ്ട് സൊസൈറ്റി ഓഫ് സൈക്കിക് റിസർച്ച് എന്ന സംഘടനയുടെ ഓർഗനൈസേഷൻ ലീഡറാണ് ഞാൻ ഈ പറഞ്ഞ ഡാൻ റിവേര. ഈ NESPR നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡെവിൾസ് ഓൺ ദ റൺ ടൂർ. അതായത് പൊസസ്ഡ് ഡോളായിട്ടുള്ള ഈ അന്നബെല്ലയുടെ അമേരിക്കൻ ടൂർ പ്രോഗ്രാം. ഇത് ഹോണ്ടഡ് പ്ലേസുകളിലും ഇത്തരം വിശ്വാസങ്ങളുള്ളവർക്കിടയിലും ഒരു എക്സ്പോ പോലെ അവർക്ക് കാണാനുള്ള സൗകര്യത്തിന് അന്നബെല്ലയെ എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഓർഗനൈസറായിരുന്നു ഈ പറയുന്ന ഇപ്പോൾ മരണപ്പെട്ട ഡാൻ റിവേര. ഇനി കഥയിലേക്ക് വരാം. ഈ NESPR എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് വാറൻ ദമ്പതികളാണ്. ഈ വാറൻ ദമ്പതികൾക്ക് അന്നബെല്ലയായിട്ടൊരു ബന്ധമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1970കളിൽ ഡോണ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അവരുടെ അമ്മ ഒരു പാവ സമ്മാനമായിട്ട് നൽകുന്നു. റാഗഡി ആൻ, അതായത് അമേരിക്കയിലെ കുട്ടികളുടെ കാർട്ടൂൺ കഥാപാത്രമാണ് ഈ റാഗഡി ആൻ ടൈപ്പ് ഒരു പാവയായിരുന്നു ഈ പറയുന്ന അന്നബെല്ലെ. പക്ഷേ ഈ പാവയ്ക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എന്തൊക്കെയോ ഒരു അമാനുഷിക ശക്തിയുണ്ട് എന്ന് ഡോണ മനസ്സിലാക്കുകയും അത് കുട്ടിയുടെ പാരൻസിനോട് പറയുകയും അവർ ഈ വാറൻ ദമ്പതികൾക്കരികിലേക്ക് എത്തുകയും ചെയ്യുന്നിടത്താണ് അന്നബെല്ലയും വാറൻ ദമ്പതികളുമായിട്ടുള്ള ഒരു കണക്ഷൻ ആരംഭിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഈ പറയുന്ന അന്നബെല്ലെ എന്ന് പറയുന്ന പാവയുള്ളത് വാറൻ ഒക്കൾട്ട് മ്യൂസിയത്തിലാണ്. ഗെറ്റ്സ്ബർഗിലുള്ള വാറൻ ഒക്കൾട്ട് മ്യൂസിയത്തിലാണ്. എന്തൊക്കെ ആയാലും ഡാൻ റിവേരയുടെ മരണത്തിന് പിന്നിൽ അന്നബെല്ലെ ആയാലും അല്ലെങ്കിലും കുറ്റം ഇപ്പോൾ അന്നബെല്ലയുടെ തലയിൽ തന്നെയാണ്. കാരണം ഈ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഡാൻ റിവേര ഉണ്ടായിരുന്നത് 24 മണിക്കൂറുകൾ തികച്ചുണ്ടായിരുന്നത് അന്നബെല്ലെ എന്ന് പറയുന്ന പാവയ്ക്കൊപ്പമാണ്. അന്നബെല്ലെ ഇങ്ങനെ അമേരിക്ക ചുറ്റാൻ ഇറങ്ങിയ സമയത്തിന് ശേഷം ഉണ്ടായ കുറച്ച് സംഭവങ്ങളുണ്ട്. ഒരു 3-4 ഇൻസിഡൻസ് ഉണ്ട്. അത് ഞാൻ വരും വീഡിയോസിൽ പറയാം. ഇതൊരു സീരീസ് ആയിരിക്കും. 2-3 വീഡിയോസ് ഉണ്ടാവും. കാരണം ഒറ്റ വീഡിയോയിൽ ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് അല്ലാത്തതുകൊണ്ടാണ്. താല്പര്യമുള്ളവർക്ക് കേൾക്കാം.